എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴംപൊരി. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിൽ നിറയെ മൈദപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി വേണമെന്നാണെങ്കിൽ കൂട്ടിയെടുക്കുക, അല്ല കുറച്ച് മധുരം വേണ്ടുമെന്നാണെങ്കിൽ കുറച്ച് കുറക്കാവുന്നതാണ്. ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഞാനൊരു 8 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഈ മൈദപ്പൊടിയിലേക്ക് 2 സ്പൂൺ റവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്യണം. ഇനി കൈ വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് പഴംപൊരിയുടെ കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവൻ വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതായത് വളരെ തിക്കാവാനും പാടില്ല, വളരെ ലൂസായിട്ടും പാടില്ല. നമ്മൾ ആ പഴം മുക്കിയെടുത്ത് ഇടാനുള്ള ആ ഒരു രീതിയിൽ കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. ഇതുപോലെ നമ്മൾ ഇതുപോലെ കൈ വെച്ച് ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ പഴംപൊരിക്ക്. ഇതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. വളരെ സോഫ്റ്റ് പഴംപൊരിയുടെ ഒരു ടിപ്പാണിത്. നമ്മളിതുപോലെ ചെയ്യുക, നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പഴംപൊരി തയ്യാറാക്കുമ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പഴം ഇപ്പോൾ ഞാൻ 3 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ 3 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ, അങ്ങനെ ചെറിയ പഴംപൊരിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ മൈദപ്പൊടിയുടെ കൂട്ടിലേക്ക് മുക്കി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് കോരിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്കിനി ഇത് മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.